നിങ്ങളുടെ കൊളസ്ട്രോൾ ശരിയായ രീതിയിൽ നിയന്ത്രിതമാണോ? നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും കൊളസ്ട്രോൾ ഉണ്ടോ? നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? ഇത് 2026 ശരിയായ രീതിയിലാണോ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നത്? നമസ്കാരം, ഞാൻ ഡോക്ടർ ജിതേഷ് കെ, സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ. 2026 AHA-ACC കൊളസ്ട്രോൾ ഗൈഡ് ലൈൻ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ചില രോഗികൾക്കുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാം. നിങ്ങളുടെ കൊളസ്ട്രോൾ ചികിത്സയ്ക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഈ ഗൈഡ് ലൈൻ പറയുന്നത് കൊളസ്ട്രോൾ ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ഏറ്റവും കൂടുതൽ കാലത്ത് കുറച്ച് നിർത്തിയാൽ മാത്രമേ ബെനിഫിറ്റ് ഉള്ളൂ. ഇത് പറയാൻ കാരണം പലരും മരുന്ന് തുടങ്ങിക്കഴിഞ്ഞ് 1-2 മാസം കൊണ്ട് കൊളസ്ട്രോൾ നോർമലായി കഴിഞ്ഞാൽ മരുന്ന് നിർത്താൻ ഡോക്ടർ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ മറുപടിയാണ്, നിങ്ങൾ കുറേ കാലം കുറഞ്ഞ അളവിൽ കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ രക്തക്കുഴലിൽ കൊളസ്ട്രോൾ കെട്ടാതിരിക്കുകയുള്ളൂ, നിങ്ങൾക്ക് മരുന്ന് കൊണ്ട് ബെനിഫിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്ഥിരമായി മരുന്ന് കഴിക്കേണ്ടവർ സ്ഥിരമായി മരുന്ന് കഴിക്കണം. 260 നിന്നും 200 ആക്കിയതിന് ശേഷം 1-2 മാസം കൊണ്ട് ഗുളിക നിർത്തിയാൽ അതുകൊണ്ടുള്ള മെച്ചം പലപ്പോഴും കിട്ടണമെന്നില്ല. ഒന്ന്. രണ്ടാമത്തത്, എപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം? പലരും മധ്യവയസ്ക്ക് കഴിഞ്ഞ് ഒരു 45-50 വയസ്സിന് ശേഷമാണ് പലപ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നതും കൊളസ്ട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും. എന്നാൽ പുതിയ ഗൈഡ് ലൈൻ പ്രകാരം 19 വയസ്സിനുള്ളിൽ ഒരിക്കലെങ്കിലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരിക്കണം. ചില ഘട്ടങ്ങളിൽ 9 മുതൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് പോലും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് ഫാമിലിയിൽ ഹൈപ്പർ കൊളസ്ട്രോളേമിയ എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട്. അതുപോലെ വളരെ ചെറിയ ആൾക്കാർക്ക് പോലും ഹൃദ്രോഗം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊളസ്ട്രോൾ 9 മുതൽ 11 വയസ്സുള്ള കുട്ടികൾക്ക് പോലും ചെയ്യേണ്ടതാണ്. 3. നിങ്ങളുടെ റിസ്ക് ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഓൺലൈനിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ബേസിസിൽ മാത്രം നിങ്ങൾ ചികിത്സ സ്വയം സ്റ്റാർട്ട് ചെയ്യരുത്. ഒരു ഡോക്ടറെ സമീപിക്കുക, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഈ കാൽക്കുലേറ്ററിൻ്റെ പേര് പ്രിവെൻറ്റ് എന്നാണ്. 4. നിങ്ങളുടെ കൊളസ്ട്രോൾ ഏത് ലെവലിൽ നിർത്തണമെന്ന് നിങ്ങൾക്കറിയണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി വരുന്നത് LDL-C കൊളസ്ട്രോൾ എന്ന് പറയും. LDL-C കൊളസ്ട്രോൾ സ്റ്റാൻഡേർഡ് റിസ്ക് ഉള്ള ആൾക്കാർക്ക്, അത് കാൽക്കുലേറ്ററിൽ നിന്ന് മനസ്സിലാകും, അവർക്ക് 70 ചുവടെ നിർത്തണം. ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ വെരി ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് LDL കൊളസ്ട്രോൾ 55 മില്ലിഗ്രാമിന് താഴെ നിർത്തണം. ചില ഘട്ടങ്ങളിൽ അത് 70-ൻ്റെയും 100-ൻ്റെയും ഇടയിൽ നിന്നാൽ മതി. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മൈൽഡ് ഓർ മോഡറേറ്റ് റിസ്ക് ഉള്ളത്, അത് എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോക്ടറുമായി സംസാരിച്ച് തീരുമാനിക്കുക. ഇനി കൊളസ്ട്രോൾ മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മാസം 4 ആഴ്ചയ്ക്കുള്ളിലോ 12 ആഴ്ചയ്ക്കുള്ളിലോ ഒന്നുകൂടി കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. കൺട്രോളായെന്ന് ഉറപ്പിക്കണം. കൺട്രോൾ ആണെങ്കിൽ 6 മാസത്തിലൊരിക്കൽ റിപ്പീറ്റ് ചെയ്യണം. ഇനി 19 വയസ്സിലാണ് നിങ്ങൾ ആദ്യമായി കൊളസ്ട്രോൾ ചെയ്യുന്നത്. 19-ാം വയസ്സിൽ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ, മറ്റ് ലക്ഷണങ്ങളോ റിസ്ക് ഫാക്ടറോ ഇല്ലെങ്കിൽ എല്ലാ 5 വർഷം കൂടുമ്പോഴും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. ഇനി പുതിയതായി 2 ടെസ്റ്റുകൾ ഉണ്ട്. ചിലവില്ല, 2000-ന് ചുറ്റുവട്ടത്തെ 2 ടെസ്റ്റുകൾക്കുമുള്ളൂ. അതിലൊന്ന് ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലിപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ ചെക്ക് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് ഇത് 125-ന് മുകളിൽ പോവുകയാണെങ്കിൽ റിസ്ക് വളരെ ഹൈ ആണ്. നിർഭാഗ്യവശാൽ ഇത് മരുന്ന് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിൽ ഡോക്ടറുടെ ഹെൽപ്പ് വേണ്ടി വരും. അത് ഡോക്ടറുമായി സംസാരിക്കുക. രണ്ടാമത്തെ ടെസ്റ്റാണ് ApoB. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ ശരീരത്തിൽ വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അവർക്ക് ApoB ടെസ്റ്റും വേണം. ഇത് രണ്ടും കൂടി ഏകദേശം 2000-3000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ മാത്രമല്ല, ലിപ്പോപ്രോട്ടീൻ ലിറ്റിലെയും ApoBയും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഒരിക്കലെങ്കിലും ചെയ്തിരിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ 40-നും 50-ഉം വയസ്സിന് ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ, കിഡ്നി രോഗം അല്ലെങ്കിൽ HIV ഇവ 3 ഉണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി കൊളസ്ട്രോൾ മരുന്നെടുക്കാൻ ബാധ്യസ്ഥനാണ്. ഈ രോഗമുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടറെ മീറ്റ് ചെയ്യുക, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങളുടെ കൊളസ്ട്രോൾ ഈവൻ അധികം പൊന്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്ന് എടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ ട്രീറ്റ്മെൻറ്റ് അപ്രോപ്രിയേറ്റ് ആവും. 2026 ഗൈഡ് ലൈൻ പ്രകാരം കറക്റ്റ് ആവും. വെറും ഒരു ലിപ്പിഡ് പ്രൊഫൈൽ മാത്രം പോരാ. 1-2 മാസം ഗുളിക കഴിച്ച് നിർത്തരുത്. ഏറ്റവും ചെറുപ്പത്തിൽ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏറ്റവും പ്രധാനമായി 2 പുതിയ ടെസ്റ്റുകൾ, അതായത് ലിപ്പോപ്രോട്ടീൻ ലിറ്റിലെ ApoB, ഈ ടെസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇവയെക്കുറിച്ച് ഡോക്ടറുമായി ചോദിച്ച് മനസ്സിലാക്കുക. കുറഞ്ഞ ചെലവിൽ ഈ ടെസ്റ്റ് ചെയ്യുക. നന്ദി.